ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടി അവർ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്ന് ആവലാദികൾ ബോധിപ്പിക്കുകയാണ്, കൈപ്പൊന്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, റസൂല് പഠിപ്പിച്ചത് ഇതല്ല. വിശുദ്ധ ഖുർആനോ പ്രവാചക സുന്നത്തോ പഠിപ്പിച്ച ആദർശമല്ലത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അവസാന സന്ദർഭത്തിൽ രോഗബാധിതനായി ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ കൃത്യമായി മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ച ഗൗരവത്തോടുകൂടി ഉണർത്തിയ ഉപദേശം, ലഅനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂതന്മാരെയും നസാറാക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കാനുള്ള കാരണം ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കി എന്നതാണ്. അതേപോലെ തന്നെ പ്രവാചകന്റെ പ്രാർത്ഥന, ഈ മസാജിദിന് എങ്ങനെ ആരാധനാ കേന്ദ്രങ്ങൾ നടത്തി വരുന്നത്? ഉണ്ടാക്കി വിടുന്ന എന്തെങ്കിലൊക്കെ ബാക്കി കൂടെ കേട്ടോ നമുക്ക്. ഏറെ ശ്രദ്ധേയമാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. അല്ലാഹുവേ, എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റല്ലേ, എന്റെ ഖബറിനെ ആഘോഷിക്കുന്ന ഒരു ഉത്സവപ്പറമ്പാക്കി മാറ്റല്ലേ എന്ന് റസൂലുള്ളാഹി. ഉത്സവപ്പറമ്പോ? ഇതൊക്കെ ഹദീസിലെ എവിടെ എവിടുന്നതൊക്കെ കിട്ടണേ? ആളുകളെ പറ്റിക്കണ്ടേ, കൊടുക്കട്ടെ, പറയട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ പ്രിയമുള്ളവരെ, അത്തരം തോന്നിവാസങ്ങൾക്ക് ഇസ്ലാമിക വിരുദ്ധ ഇബ്നു അബ്ദുൽ വഹാബ് പോലെ എഴുതി വെച്ചതാണ് റസൂലുള്ള കേൾക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് നമ്മൾ സുന്നികൾ ചെയ്യുന്നത് തോന്നിവാസാണ്. നഊദുബില്ലാ. അപ്പൊ ഇബ്നു അബ്ദുൽ വഹാബിനെ തള്ളി. പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഒരിക്കലും കൂടെ നിൽക്കരുത്, കുടപിടിക്കരുത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കാണാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. മതി, ബാക്കി തന്നെയല്ലേ കേൾക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി തങ്ങളെ, എന്താണ് അവസ്ഥ? റസൂലുള്ളാഹിന്റെ ഹദീസിന്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്, തിരു ഹദീസിന് ദുർവ്യാഖ്യാനിക്കാണ്, ആളുകളിൽ വിഷം കുത്തിവെക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ് അവിടെ? റസൂലുള്ള ദ്വാരക്കാണ്. എന്താ ദ്വാരക്കണത്? ജൂത നസറാക്കളുടെ അമ്പിയാക്കളുടെ ഖബറുകൾ അവർ ആരാധന കേന്ദ്രമാക്കിയിരുന്നു. അത് അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട്. ഓക്കെ, എന്റെ സമുദായത്തെ എന്താക്കരുത്, എന്റെ ഖബർ ആരാധന കേന്ദ്രമാക്കരുത് എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിനോട് ആരാണ് ദുആ ചെയ്യുന്നത്? റസൂലുള്ളാഹിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായാലും സ്വീകരിക്കുന്നതാണ്. എന്നിട്ട് ഇവിടെ എന്താ വരുന്ന ആലോചിച്ച് നോക്കി. റസൂല് ദുആ ചെയ്ത എന്തായാലും അല്ലാഹു തആല സ്വീകരിക്കും. റസൂലുള്ളാഹിന്റെ വഫാത്ത് മുതൽ ഇന്ന് ഈ സമയം വരെ കോടാനുകോടി മുസ്ലിമീങ്ങൾ, നോട്ട് ചെയ്യണം, മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് അപലാദികളും വേവലാദികളും പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ഇനി ഇവർ പറഞ്ഞ പോലെ, ഇവര് ദുർവ്യാഖ്യാനിച്ചതുപോലെ ഈ ഹദീസിന്റെ അർത്ഥം ഇങ്ങനെയാണെങ്കിൽ, അതായത് എന്റെ ഖബറിനെ ആരാധന കേന്ദ്രം എന്നതുപോലെയാണെങ്കിൽ അള്ളാഹു തആല റസൂലിന്റെ ദുആ സ്വീകരിച്ചില്ല എന്ന് വരൂലേ? നമ്മൾ മുസ്ലിമീങ്ങൾ അവിടെ പോയിട്ട് ആരാധിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിന്റെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം കൊടുത്തില്ല എന്ന് വരൂലേ? എന്തൊരു വിഡ്ഢിത്തരമാണ്. നഊദുബില്ലാ.